ഹായ് ഗായ്സ്, വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിസോഴ്സ് യൂണിറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിലെ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ റിസോഴ്സുകളുടെയും ഒരു കളക്ഷനാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ഇത് എയ്ഡ്സ് മാത്രമല്ല, ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റിസോഴ്സ് എന്ന ഹെഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കളക്ഷൻ ഓഫ് സജസ്റ്റഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് ഓർഗനൈസ്ഡ് അപ്പോൺ എ ഗിവൻ യൂണിറ്റ്. അതുപോലെ തന്നെ റിസോഴ്സ് യൂണിറ്റിന് ഒരു പൂൾ ഓഫ് റിസോഴ്സസ് എന്നുകൂടെ നമുക്ക് പറയാം. ഒരുപാട് റിസോഴ്സുകളെ ഒരുമിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ പൂളാക്കുക, അതിന് നമുക്ക് റിസോഴ്സ് യൂണിറ്റ് എന്ന് പറയാം. ഇത് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ചാപ്റ്ററിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സ് യൂണിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. യൂണിറ്റ്സ്, സബ് യൂണിറ്റ്സ്, മെറ്റീരിയൽ, ആക്ടിവിറ്റീസ്, ഇൻഫോർമേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരിക എയ്ഡ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രമാണ് റിസോഴ്സ് യൂണിറ്റിൽ വരിക എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും റിസോഴ്സ് യൂണിറ്റിൽ ഇൻക്ലൂഡ് ആവും. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് യൂസിന് വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രാവശ്യം ഇത് യൂസ് ചെയ്യാൻ പറ്റും. റിസോഴ്സ് യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആണ്, ഒരാളല്ല. ഇനി ഇത് ഉപയോഗിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ്. ഒരാൾ പ്രിപ്പയർ ചെയ്ത് അയാൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല റിസോഴ്സ് യൂണിറ്റ്. ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് റിസോഴ്സ് യൂണിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാരാണ്. അതുപോലെ നമ്മൾ മുന്നേ കണ്ട യൂണിറ്റ് പ്ലാൻ ഇതിൻ്റെ ഒരു സ്മോൾ പാർട്ട് മാത്രമാണ്. യൂണിറ്റ് പ്ലാനിൽ നമ്മൾ ആ യൂണിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതിൽ ഇത്രയും ഡീറ്റെയിൽഡ് അല്ല. റിസോഴ്സ് യൂണിറ്റിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് യൂണിറ്റ് പ്ലാൻ. അടുത്ത ടോപ്പിക്കാണ് കണ്ടൻറ്റ് ഓഫ് റിസോഴ്സ് യൂണിറ്റ്. ആദ്യത്തെയാണ് ടൈറ്റിൽ, നെയിം ഓഫ് ദി യൂണിറ്റ്. ഓക്കെ, ഏത് യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ റിസോഴ്സ് യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ യൂണിറ്റിൻ്റെ പേര്, അതിൻ്റെ ഹെഡിങ് വരിക റിസോഴ്സ് യൂണിറ്റ് ഓഫ് ദെൻ ചാപ്റ്റേഴ്സ് നെയിം. അടുത്തത് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ഒരു ഓവറോൾ സമ്മറി ഓഫ് ദി യൂണിറ്റാണ് ഇൻട്രൊഡക്ഷനിൽ വരിക. അതുപോലെ തന്നെ എന്തിനാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിക്കുന്നത്, അതുകൊണ്ട് കുട്ടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ, ഈ കാര്യങ്ങളെല്ലാമാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യൂണിറ്റ്, അതായത് ലേണിംഗ് ഔട്ട്കംസ്. നമ്മൾ മുന്നും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ലേണിംഗ് ഔട്ട്കം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് ആ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ യൂണിറ്റ് എടുത്തു കഴിയുമ്പോൾ ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് ലേണിംഗ് ഔട്ട്കംസിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് കണ്ടൻറ്റ് അനാലിസിസ്. ഇത് നമ്മൾ മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. അനലൈസ് ദി കംപ്ലീറ്റ് കണ്ടൻറ്റ് ഓഫ് ദി യൂണിറ്റ്. കണ്ടൻറ്റ് അനാലിസിസിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നു നമ്മൾ പറഞ്ഞു. ടേംസ്, ഫാക്ട്സ്, അതെല്ലാമാണ് ലെസൺ പ്ലാനിലെ കണ്ടൻറ്റ് അനാലിസിസിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ പുതിയ കണ്ടൻറ്റുകളെയും നമ്മൾ അനലൈസ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റീസ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് ഈ ഹെഡിങ്ങിൽ വരുന്നത്. ഇവിടെ നമുക്ക് ടീച്ചിങ്ങിനും ലേണിങ്ങിനും ആവശ്യമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതുപോലെ സജഷൻസ് ഓൺ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ലെക്ചറിങ് മെത്തേഡ്സിൽ എടുത്തു പോകാതെ ആക്ടിവിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിന് എൻഗേജ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കൊണ്ടുവരാം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് ഈ ഒരു ഹെഡിങ്ങിൽ. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽസ് ഓർ എയ്ഡ്സ്. ഇവിടെ നമ്മൾ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള മോഡൽസ്, ചാർട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അതിന് പുറമെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ലേണിങ്സ് ഓർ എയ്ഡ്സ്, എന്തിനു വേണ്ടിയിട്ട്, ടീച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ എയ്ഡ്സ്, അത് ഏതൊക്കെയാണ് വരിക, ടെക്സ്റ്റ് ബുക്ക്, റെഫറൻസസ്, ടീച്ചർ ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെഡിങ്ങിൽ വരും. നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് അസസിങ് ദി എഫക്റ്റീവ്നെസ്. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഇഫക്റ്റീവായിട്ട് അവിടെ നടന്നിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യുന്നതാണ് ഇവാലുവേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്തൊക്കെ കാര്യങ്ങൾ വരിക, കുട്ടികളെ എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാം. മെയിനായിട്ട് എക്സാംസ് വഴി തന്നെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസ് വഴി നമുക്ക് ആക്ടിവിറ്റി കാർഡ്സ്, അതുപോലുള്ള പല കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവാലുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഹെഡിങ്ങിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് എഡിറ്റിംഗ്. എനിവൺ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി റിസോഴ്സ് യൂണിറ്റ്. ആർക്ക് വേണമെങ്കിലും ഒരു റിസോഴ്സ് യൂണിറ്റിലോട്ട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസ്, സജഷൻസ്, അതുപോലെ നമ്മൾ റിസോഴ്സ് യൂണിറ്റിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് ഓരോ കാലത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള എഡിറ്റിംഗ് നമ്മളിതിൽ കൊണ്ടുവരും. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു റിസോഴ്സ് യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ആയിരിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ട്, ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു റിസോഴ്സ് യൂണിറ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഈസ് പർപ്പസ് ഓഫ് റിസോഴ്സ് യൂണിറ്റ്. അതിൽ മെയിനായിട്ട് വരുന്ന പോയിന്റുകൾ സപ്പോർട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമുക്കറിയാവുന്നത് തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സ് യൂണിറ്റ് സഹായിക്കുന്നു. എങ്ങനെ,
നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടല്ലേ, യൂണിറ്റ്സ്, സബ് യൂണിറ്റ്സ്, മെറ്റീരിയൽസ്, എയ്ഡ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ്. കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന് നമ്മൾ നല്ലപോലെ നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ എയ്ഡ്സ്, ഈ കാര്യങ്ങളെല്ലാം സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് വൺ ഇസ് പ്രൊമോട്ട് ഫ്ലെക്സിബിലിറ്റി. റിസോഴ്സ് യൂണിറ്റിൻ്റെ കണ്ടൻറ്റിൽ നമ്മൾ കണ്ടിരുന്നു എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇത് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ്. അതുപോലെ ഇത് യൂസ് ചെയ്യുന്നതും ഒരുപാട് പേരാണ്. സോ ആർക്ക് വേണമെങ്കിലും ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റിസോഴ്സ് യൂണിറ്റ് ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ എൻവയോൺമെൻ്റ് ഒക്കെ വരുമ്പോൾ അതിനോട് നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിംഗ് സഹായിക്കും. ദ നെക്സ്റ്റ് വൺ ഇസ് എൻഹാൻസ് കരിക്കുലം ഡെലിവറി. കരിക്കുലം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന എല്ലാ ലേണിംഗ് എക്സ്പീരിയൻസിനും നമുക്ക് കരിക്കുലം എന്ന് പറയാം. സിലബസ് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കരിക്കുലം ഡെലിവറി മീൻസ് ടീച്ചിങ്ങിനെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഈ ഡെലിവറിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഹൗ? നമ്മളിതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതുന്നുണ്ടല്ലേ. എയ്ഡ്സ്, മെറ്റീരിയൽസ്, യൂണിറ്റ്സ്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതിനകത്ത് എഴുതുന്നുണ്ട്. സോ ഇറ്റ് എൻഹാൻസസ് കരിക്കുലം ഡെലിവറി. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പേർപ്പസിൽ വരുന്നത്. ഇത് കൂടാതെ തന്നെ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിസോഴ്സ് യൂണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.